സമയം അതെത്ര കറക്റ്റ് എന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നാളെ 4 സ്ഥലത്തെ ഇന്റർവ്യൂവിന് ക്ഷണം. ഞാൻ കണ്ടു ഏട്ടാ, അയ്യര് വന്നിറങ്ങിയതൊരു സ്കോർപിയോ ഇല്ല. എനിക്കും സംശയമില്ലാതില്ല. ഫോണിൽ അയ്യർ സംസാരിക്കുന്നത് ഞാനും കേട്ടതല്ലേ. അയാളത് മാറ്റിമറിച്ച് പറഞ്ഞു. നാളെ മുതൽ ഏതായാലും ചേട്ടനായാലൊന്ന് ശ്രദ്ധിക്കണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് ആപത്താ. നീ ഒന്നും സംശയിച്ച് വിഷമിക്കണ്ട. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക്. നാളെ മുതൽ ഞാൻ നോക്കാം. ചേട്ടാ, ഇന്നും അയാളെ കാണാൻ ആരൊക്കെയോ വന്നു. എന്റെ മുന്നിൽ പെട്ടതും അയ്യർ കള്ളം പറഞ്ഞ് തടുതപ്പി. അവരാരെങ്കിലും എന്തെങ്കിലും സ്ഥലമോ മറ്റെന്തെങ്കിലും സംസാരിക്കുന്നതായി നീ കേട്ടോ? ഒന്നെനിക്ക് വ്യക്തമാണ്, വൈറ്റ് കോട്ട് ഹോട്ടലിന്റെ പേര്. നീ ഭയക്കണ്ട, ഞാൻ നോക്കാം. ഇയാളെന്തിനാ ഇവിടെ ലേബേഴ്സിന്റെ ഫോട്ടോ എടുക്കുന്നത്? താനെന്തിനാടോ കൂടുതൽ സംശയത്തിലേക്ക് മനസ്സിനെ വലിച്ചിഴക്കുന്നത്? എന്നാലും കൃഷ്ണേട്ട, വയ്യാവേല എടുത്ത് തലയിലേറ്റെന്നൊരു തോന്നൽ. ഒക്കെ നിന്റെ വെറും തോന്നല. പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എത്തി. എല്ലാം മറന്ന് നമുക്കതൊന്ന് ആഘോഷിക്കാം. അപ്പോ തന്റെ ഈ ടെൻഷനൊക്കെ മാറും. നീ ഒച്ച വെക്കാതിരിക്കേ. നീ ഇങ്ങനെയാൽ നമ്മളല്ല അയാളാൽ കൊല ചെയ്യപ്പെടും. ഭയക്കരുത്. ഒരനീതിയും നമ്മൾ ആരോടും ചെയ്തിട്ടില്ല. നമുക്ക് രക്ഷകനായി ദൈവമുണ്ട്.
എവിടെ? എന്താ? ചേട്ടാ, കുട്ടികളെ എവിടെയെങ്കിലും കാണുന്നില്ല. അയ്യരെയും കാണുന്നില്ല. എന്റെ ഈശ്വരാ. എന്റെ ഈശ്വരാ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാ. അപ്പോ ചെസ്സിലെന്നും ആന്റിയാണോ ജയിക്കുന്നത്? ഏയ്, ജയിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ആന്റിയെ ഞാനും മോളും കൂടി അങ്ങ് വിജയിപ്പിക്കും. അങ്കിളിന്റെ മോളെങ്ങനെ? നിന്നെ പോലെ മിടുക്കിയും സുന്ദരിയുമാണ്. അങ്കിൾ ഇന്ന് പോണ്ട. വിഷ്ണു പറഞ്ഞതല്ലേ അങ്കിൾ, ഇന്ന് പോണ്ട. ആ കൃഷ്ണേട്ടാ, എന്റെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത 2-3 സുഹൃത്തുക്കൾ ഇവിടെ അടുത്തൊരു ഫാക്ടറി ജോലി നോക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണണം. വൈകുന്നതിന് മുമ്പ് ഞാനിങ്ങെത്താം. പോട്ടെ മക്കളെ, അങ്കിൾ നേരത്തെ വരാം. ബൈ അങ്കിൾ. പോട്ടെ മോനെ, ബൈ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേടി? കേറിപ്പൊടിയാത്ത. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ആ ശരി, വേറെ വിശേഷമൊന്നുമില്ലല്ലോ, ഞാൻ വിളിക്കാം. കരുനാഗപ്പള്ളിയിലുള്ള ഒരാളെ അന്വേഷിച്ചു വന്നാ. ഏത്? നമ്മുടെ അനസ്, അവൻ അവിടെടാ. ആ അനസ് തന്നെ. ഓഫീസ് ബോയ് ആയി പ്രൊമോഷൻ കിട്ടുന്ന ഗബയില അവനിപ്പോ. മുതലാളിയുടെ സ്വന്തം ആളായിട്ട് എന്താ കാര്യം? അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? എന്ത് പ്രശ്നം? അവന്റെ ഉമ്മയെ പോലീസ് അന്വേഷിച്ചെന്നോ മറ്റോ. എന്തിന്? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ചേട്ടായി. എനിക്ക് അവനെ കാണാൻ എന്താ വഴി? ചേട്ടൻ നാളെ രാവിലെ ഓഫീസിലോട്ട് വന്നാൽ മതി, അവനവിടെ ഉണ്ടാവും. ലേറ്റായി പോയാ മുതലാളിയുടെ കാര്യങ്ങൾ നോക്കാൻ അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും. വാ. ആ അനസ് വന്നല്ലോ. പറഞ്ഞിട്ട് പോ. നിന്നെ അന്വേഷിച്ചൊരു ചേട്ടൻ ഇവിടെ വന്നിരുന്നു. ആരാണത്? നിന്റെ പരിചയക്കാരനാന്നാ പറഞ്ഞത്. എന്റെ പരിചയക്കാർ?